ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നതാണ് അരി കുതിർത്തി വെക്കാനും. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കുമ്പം ചിലപ്പോൾ ചോറ് വേണ്ടി വരും. അപ്പോൾ ആ സമയം ചോറില്ലാണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് അപ്പമാണിത്. അതിന് വേണ്ടി ഞാനിവിടെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ, റെഡിമെയ്ഡ് വാങ്ങുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പത്തിരിപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇത്രയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരിയെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കുക. ഓരോരോ അരിൻ്റെ ഡിഫറൻറ്റ് അനുസരിച്ച് വെള്ളത്തിന് അളവ് മാറും. അപ്പോൾ എനിക്കിവിടെ 1.5 കപ്പോളം വെള്ളം ആവശ്യമുണ്ടായി വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ 1 കപ്പിൽ അരച്ച് നോക്കുക. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക, നന്നായി അരച്ചെടുക്കുക. അത് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിക്കായപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തത്. അപ്പോൾ ടോട്ടൽ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നന്നായി ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അത് ഫെർമെൻറ്റ് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നല്ല ചൂട് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു അരമണിക്കൂർ നമ്മളിത് കവർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഫെർമെൻറ്റായി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അങ്ങനെ ഇത് അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്ററി ഇവിടെ നന്നായി ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പാത്രം മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇത് അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം ഓരോന്നായി ചുട്ടെടുക്കാം. ഒരു അപ്പച്ചട്ടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ചുടുമ്പോൾ ഇപ്പം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റെഡിയാക്കി കിട്ടും. അല്ലെങ്കിൽ അത് ഒരു സൈഡ് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, എത്ര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. ഇല്ലെങ്കിൽ നമ്മളെന്താ തലേന്ന് ഈ അരിയൊക്കെ അരച്ച് വെച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമുക്കൊരു 1/4 മണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് അടി നല്ല ക്രിസ്പിയും മേലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ കുതിർന്ന് പോകുന്ന രീതിയിലുള്ളൊരു സോഫ്റ്റ്, അത്രയും സോഫ്റ്റുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു അരി കൊണ്ട് നമുക്ക് ഫ്രൈ പാനിൽ ഇതുപോലെ കുട്ടി ദോശയാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പച്ചട്ടിയില്ലെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്യാം. ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.